പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഒരു വാർത്ത കേൾക്കാനായിട്ട് വന്നു. അതായത് ഈ കഴിഞ്ഞ ജൂൺ 12-ന് അഹമ്മദാബാദിൽ ഒരു എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന ന്യൂസ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഇതൊന്ന് സൂചിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒന്ന് പറയണമെന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഏത് ജോലി സ്ഥലത്താണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവർ, നിങ്ങളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികൾ, അവരുടെ മനോനില എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. മരണം എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യുമ്പോൾ ആരുടെയോ അമ്മ അല്ലെ ആരുടെയോ അപ്പൻ എന്ന ഒരു ഫീലിംഗ്. പക്ഷേ അവനവൻ്റെ വീട്ടിൽ ഒരു മരണം നടക്കുമ്പോഴേ അത് എത്രത്തോളം പെയിൻഫുൾ ആകൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഓരോ ആൾക്കാരും ഓരോ മരണങ്ങളും എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദം. ഞാൻ വലിയ ഫിലോസഫിയൊന്നും അടിക്കുന്നില്ല, അയാൾ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി, അയാൾ തന്നെയാണോ അത് ചെയ്തത്? ഇനിയും അയാളെ പെടുത്താനായിട്ട് ഇതിനുള്ള കാരണം അയാളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണോന്നും എനിക്കറിയില്ല. ജസ്റ്റ് വാർത്തയിൽ കണ്ട ഒരു അംശത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനായിട്ടുള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ മനോനിലയെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കുക. അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവരെന്താണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യങ്ങളിൽ ജീവൻ തന്നെ പോയേക്കാം ഇങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക, കരുതുക. ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.